വാഹന ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസിനു വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത് ഹോണ്ട എക്സ്ബ്ലേഡിൻ്റെ BS6 വേരിയൻറ്റുമായിട്ടുമാണ്. ഈ വെഹിക്കിൾ 2 വേർഷൻസിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സിംഗിൾ ഡിസ്ക്കും കൂടാതെ ഡ്യുവൽ ഡിസ്ക് എന്ന വേർഷൻസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഡിസ്ക് എന്ന വേർഷനാണ്. ഇതാണ് നമ്മുടെ ന്യൂ എക്സ്ബ്ലേഡ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കളറിൻ്റെ നെയിം വരുന്നത് പേൾ റെഡ് എന്ന കളറാണ്. സോ നമുക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് എന്തായാലും പോവാം. സോ നമുക്ക് എന്തായാലും ഈ വെഹിക്കിളിൽ ആദ്യമായിട്ട് ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ വലിയ അപ്ഡേഷൻസ് ഒന്നും ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല. BS4 നിന്ന് BS6 വരുന്ന സമയത്ത് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. വലിയ രീതിയിലൊരു വൈസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വെഹിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഫുള്ളി LED ഹെഡ്ലാമ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിം ആയാലും ബ്രൈറ്റ് ആയാലും. ഈ ലോവർ പോർഷനാണ് ബ്രൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫുള്ളി LED ഹെഡ്ലാമ്പ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു DRLസും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു റോബോട്ടിക് ഫേസ് പോലെ തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. ഏകദേശം ഒരു വൈറ്റ് ലെറ്റർ ആ ടൈപ്പാണ് ഒരു ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോർമലി ഒരു ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. LED ആക്കായിരുന്നു. ഒരു BS6 വരുന്ന സമയത്ത് തന്നെ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് ഒരു LED ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ സസ്പെൻഷൻ നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ റിവ്യൂ ചെയ്ത ഹോർനെറ്റിൽ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്ക് സസ്പെൻഷനൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ന്യൂ എക്സ്ബ്ലേഡിൽ സസ്പെൻഷനൊക്കെ ടെലസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പ്രൊട്ടക്ഷൻ ഗാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിംഗിൾ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. നേരത്തെ 2 വേർഷൻസിലാണ് വന്നിട്ടുള്ളത്. അതിൽ ഡ്യുവൽ ഡിസ്ക്കാണ്. ഇതിൽ സിംഗിൾ ഡിസ്ക് മാത്രമേ വരുള്ളൂ. റിയർ പോർഷനിൽ ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. 276mm ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കൂടാതെ വെഹിക്കിളിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ 80/100 17-inch ട്യൂബ്ലെസ് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീൽസിൻ്റെ ബോർഡർ കൂടെ ഒരു ഏകദേശം ഒരു റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ആൻഡ് ഒരു റെഡ് ഫിനിഷോടെ കൂടിയുള്ള ഒരു ചെറിയൊരു ബോർഡർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ റിഫ്ലക്റ്റേഴ്സൊക്കെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫ്രണ്ടിൽ എടുത്ത് പറയേണ്ട മാറ്റങ്ങളൊന്നും ഈ BS6 വരുന്ന സമയത്ത് തന്നെ വലിയ അപ്ഡേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. സോ അടുത്ത് നമുക്ക് വെഹിക്കിളിലെ സൈഡ് വ്യൂ നോക്കുമ്പോൾ തന്നെ സൈഡ് വ്യൂവിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഈ വെഹിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന വെഹിക്കിളിലെ ഹെഡ്ലൈറ്റ് ആ പോർഷൻ തന്നെയാണ്. എന്നാൽ ബാക്കാണ് എനിക്ക് ചെറിയ ഒരു അപാകത തോന്നിയിരിക്കുന്നത്. അതാണ് കുറച്ചൊരു അൺമാച്ചിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. സോ സൈഡ് ഡിസൈനൊക്കെ നോക്കുമ്പോൾ തന്നെ ടാങ്കൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ടാങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹോണ്ടയുടെ നെയിമിങ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ആറ്റ് ലോഗോയിൽ തന്നെ ഒരു എക്സ്പേർട്ട് എന്ന ഗ്രാഫിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ ഒരു സ്കൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻജിൻ്റെ ലോവർ പോർഷനിലും ഒരു എൻജിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ. പിന്നെ എക്സോസ്റ്റൊക്കെ നോക്കുമ്പോൾ തന്നെ എക്സോസ്റ്റിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇവിടെ ഒരു ക്രോം ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കാറ്റും കൊടുത്തിട്ടുണ്ട്. കാലിക്കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്. BS6 ആയതുകൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 160 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വെൻസും യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ ടാങ്കിൻ്റെ ലോവർ പോർഷനിലും ചെറിയൊരു പാഡ് പോലെ തോന്നിപ്പിക്കുന്നു. ചെറിയൊരു സിൽവർ ഒരു ഗ്രാഫിക്സും യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ സീറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ അതൊക്കെ ഒട്ടും മോശമെന്ന് പറയാനില്ല. വലിയ രീതിയിലുള്ള സീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് ബാറും ഒരു വേറെ വ്യത്യസ്തമായ ഡിസൈൻ തന്നെയാണ്. നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് ബാർ തന്നെയാണ് ഓവറോൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വെഹിക്കിളിൻ്റെ ഫ്രെയിം ടൈപ്പ് വന്നിട്ടുള്ളത് ഡയമണ്ട് ടൈപ്പ് ചേസസ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് വെഹിക്കിളിൻ്റെ റിയർ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഹൈഡ്രോളിക് മോണോഷോക്ക് ടൈപ്പ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ്. പിന്നെ കൂടാതെ തന്നെ ഈ വെഹിക്കിളിൻ്റെ റിയർ ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ്. 130mm ഡ്രം ബ്രേക്കാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ 2 വേർഷൻസിൽ അവൈലബിൾ ആണ്. സിംഗിൾ ഡിസ്ക്കും ഡ്യുവൽ ഡിസ്ക് വേർഷൻസിലാണ് അവൈലബിൾ ഉള്ളത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ഡിസ്ക് വേർഷനാണ്. പിന്നെ കൂടാതെ റിയർ പ്രൊഫൈൽ ടയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത് 130/70 17-inch ട്യൂബ്ലെസ് ടയേഴ്സാണ് റിയർ പോർഷനിലും കൊടുത്തിട്ടുള്ളത്. ഇതിനും ബോർഡർ കൂടെ റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സ്, ഒരു ബോർഡർ ലൈൻ തന്നെ സ്ട്രൈപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ മഡ് ഗാർഡാണ്, ഒരു സ്പ്ലിറ്റായ രീതിയിലുള്ള മഡ് ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ വെഹിക്കിളിൻ്റെ എക്സോസ്റ്റൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ഒരു സിൽവർ ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പാണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ റിയർ പോർഷൻ നോക്കുമ്പോൾ തന്നെ വലിയ ലെങ്ത്ത് കൂടിയൊരു മഡ് ഗാർഡല്ല, ഷോർട്ട് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ടെയിൽ ലാംപ്സ് വിത്ത് LED ടെയിൽ ലാംപ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലോവർ പോർഷനിൽ ഹാലജൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് സൈഡ്സിലും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമുക്ക് വെഹിക്കിൾ എൻജിൻ സ്പെക്കൊക്കെ നോക്കുമ്പോൾ തന്നെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 162.7 cc ആണ്. HET എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഈ വെഹിക്കിൾ ചെയ്ത മാക്സിമം പവർ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് 13.67 bhp at 8000 RPM. കൂടാതെ മാക്സിമം ടോർക്ക് വന്നിട്ടുള്ളത് 14.7 Nm at 5500 RPM ആണ്. പിന്നെ ഈ വെഹിക്കിൾ എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ കൂടാതെ ഈ വെഹിക്കിളിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 12 ലിറ്ററാണ്. സോ ഈ വെഹിക്കിളിൻ്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് 143 കിലോഗ്രാമാണ്. കൂടാതെ വെഹിക്കിളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്നത് 160 mm ആണ്. കൂടാതെ വീൽ ബേസ് വരുന്നത് 1347 mm ആണ് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റായിട്ട് വന്നിട്ടുള്ളത് 795 mm ആണ്. ഇതാണ് ഈ വെഹിക്കിളിൻ്റെ റിയർ സാരി ഗാർഡ്. അതൊക്കെ നല്ല ഡിസൈൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിയർ ലേഡീസ് ഫുഡ് റെസ്റ്റ് ഒന്നും ഈ വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. നോർമലി കാണുന്ന ഫുഡ് റെസ്റ്റ് തന്നെയാണ് ഉള്ളത്. സോ അടുത്ത് നമുക്ക് ഹാൻഡിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഡിമ്മിംഗ് ബ്രൈറ്റ് സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്, പാസ് ലൈറ്റ് സ്വിച്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോൺ, പിന്നെ കിൽ സ്വിച്ച്, പിന്നെ ഇവിടെ അസാഡ് ഇൻഡിക്കേഷൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ടും, ഈ വെഹിക്കിൾ കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് വെഹിക്കിൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കി നോക്കുമ്പോൾ ഫുള്ളി ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും, RPM മീറ്റർ, സ്പീഡ് ഇൻഡിക്കേഷൻ, ട്രിപ്പ് A, ട്രിപ്പ് B, ടോട്ടൽ കിലോമീറ്റേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, ടൈം, ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ ഒരു ABS ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ വെഹിക്കിളിലെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ടോട്ടലി മീറ്റേഴ്സ് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഡ്യുവൽ ത്രോട്ടിൽ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മിറേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നോർമലി സ്റ്റാൻഡേർഡ് മിറേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നമുക്ക് BS6 വരുന്ന സമയത്ത് തന്നെ വലിയ എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും ഹോണ്ട കൊണ്ടുവന്നിട്ടില്ല. മെയിനായിട്ടുള്ള BS4 നിന്ന് BS6 ഒരു കൺവേർഷൻ മാത്രമാണ് എടുത്തു പറയേണ്ടത്. അല്ലാതെ ഫീച്ചേഴ്സിലായാലും ടെക്നോളജി അങ്ങനെയൊന്നും എടുത്തു പറയേണ്ട ഒരു ആഡ് ഓൺ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം സൈഡ് സ്റ്റാൻഡ്, കട്ട് ഓഫ് സ്വിച്ചൊക്കെ ഇപ്പോൾ എല്ലാ വെഹിക്കിളിലും വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലെയിനിലൊന്നും അത് അപ്ലൈ ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്തായാലും നമ്മളെ ഈ എക്സ്ബ്ലേഡ് ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കി നോക്കാം. ഒരു ഡ്യുവൽ ത്രോട്ടിൽ കേബിളൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ അതിൻ്റെ എത്രത്തോളം മാറ്റം ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. സോ വെഹിക്കിളിൻ്റെ പിക്കപ്പൊക്കെ നോക്കുമ്പോൾ തന്നെ ടോർക്കൊന്നും വലിയ കുഴപ്പമില്ല. നല്ല ഹൈ ടോർക്കൊന്നും സഡൻ പിക്കപ്പൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഗിയർ ട്രാൻസ്മിഷനൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ കൂടാതെ തന്നെ സൗണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഡ്യുവൽ ത്രോട്ടിൽ കേബിളിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. കുറച്ചുകൂടിയും ത്രോട്ടിൽ റെസ്പോൺസൊക്കെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര സ്മൂത്താണ്. നമ്മളിപ്പോൾ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല അത്ര തന്നെ നമുക്ക് പറയാം. നമുക്ക് സഡൻ പിക്കപ്പൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. ഭയങ്കര സ്മൂത്തായിട്ടുള്ള റൈഡിങ് തന്നെയാണ്. പക്ഷേ ഒരു 160 cc എൻജിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പവർ ഔട്ട്പുട്ട് കിട്ടായിരുന്നു. കാരണം 13.7 ആണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു പവർ തരുന്നത്. നമ്മളുടെ ഈ എക്സ്പ്ലെയിൻ 4 കളർ വേരിയൻസിൽ വന്നിട്ടുള്ളത്. പേൾ റെഡ് വന്നിട്ടുണ്ട്, പിന്നെ പേൾ ബ്ലാക്ക് വന്നിട്ടുണ്ട്, മെറ്റാലിക് ബ്ലൂ വന്നിട്ടുണ്ട്, മാറ്റ് ഗ്രേ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഇന്ദ്ര സൈനിങ് ഓഫ്. ബൈ.